ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ഒമിനിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ട്. അതായത് മിനിമത്തിൽ ആണ് ബ്രേക്ക് ഫ്ലൂയിഡ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഒമിനിക്ക് വരുന്നത് ഈ സൈഡിലാണ് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്ക് വരുന്നത്. അപ്പോൾ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഈ രണ്ട് ഇതിൽ ഓൾറെഡി ലോക്ക് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ ഞാനിപ്പോൾ വണ്ടി പൊക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. അതായത് മാക്സിമത്തിൽ നിന്ന് താഴെ മിനിമത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് വണ്ടി പൊക്കി വെച്ചേക്കുന്നത് കൊണ്ട് ഒരു ശകലം ഇങ്ങനെ ചരിഞ്ഞ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ്, താഴെ അറ്റത്തായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെവൽ, ഇതാണ് ഇതിൻ്റെ മിനിമം ലെവൽ. മാക്സിമം ലെവൽ മുകളിലും മിനിമം ലെവൽ താഴെയാണ്. അപ്പോൾ മിനിമം ലെവലിൽ ആ റേഞ്ചിലാണ് ബ്രേക്ക് ഫ്ലൂയിഡ് നിന്നത്. അപ്പോൾ എന്താണ് കംപ്ലയിൻറ്റ് നോക്കാം. ബാക്കിൽ നമുക്ക് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ വീലിൻ്റെ റൈറ്റ് സൈഡ് വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡ് ഭാഗത്ത് വന്നിട്ട് അവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. മീൻസ് ഇതിൻ്റെ ബ്രേക്ക് പാഡ് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് നോക്കാം. അഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന വണ്ടികളിൽ കറക്റ്റായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ്, എഞ്ചിൻ ഓയിൽ, കൂളൻറ്റ് ലെവൽ ഇതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ പാട് തീർന്നതാണെന്നുണ്ടെങ്കിലൊക്കെ ഡിസ്ക് സ്ക്രാച്ച് ആകാൻ വഴി നിൽക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീൽ അഴിച്ചില്ല. നമ്മൾ ഇതിൻ്റെ ഡിസ്കിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബ്രേക്ക് പാഡ് തീരെ കുറവാണ്. അതായത് ആ എഡ്ജിൽ മുട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രേക്ക് പാഡ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീല് രണ്ടും അഴിച്ചെടുത്തിട്ട് ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വീല് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയും ഭാഗം മെറ്റലാണ്. ആ ബ്രേക്ക് പാഡ് ശരിക്കും പറഞ്ഞാൽ ഇല്ല, ഒരു ശകലം ബ്രേക്ക് പാഡ് മാത്രം. ഇപ്പോൾ ഈ മെറ്റൽ ഭാഗം ഈ റോട്ടർ ഡിസ്കിൽ തട്ടുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ഇത്രയും ഭാഗം മെറ്റലാണ്. ഈ മെറ്റൽ കഴിഞ്ഞിട്ടാണ്, അകത്താണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ബ്രേക്ക് പാഡ് തന്നെയാണ്. ഇത് മെറ്റലാണ്. മെറ്റലിനോട് ചേർന്നിട്ടാണ് അതിൻ്റെ ഡിസ്കിൽ പിടിക്കുന്ന ഭാഗം വരുന്നത്. ആ ഡിസ്കിൽ പിടിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ടും തേഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ എന്തുകൊണ്ടത് ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞു എന്നുള്ളൊരു കാരണം നോക്കുക. നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് മിനിമത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ലീക്കുണ്ടോ, അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ്ങിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി വഴിയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പിസ്റ്റൺ എത്രയും തള്ളിയിട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് പിസ്റ്റൺ ശരിക്കും വരേണ്ടത് ഈ റേഞ്ചിലാണ് വരേണ്ടത് ബ്രേക്ക് പാഡ് ഉള്ള വണ്ടിയിൽ. പക്ഷേ ഇപ്പോൾ പിസ്റ്റൺ പൂർണ്ണമായിട്ടും ഇതിനകത്തോട്ട് വന്നു. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ പിസ്റ്റൺ മാക്സിമം ലെവൽ വരുമ്പോഴത്തേക്ക് ബ്രേക്ക് പാഡ് തീർന്നു. ഓൾറെഡി തീർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ, അതായത് ഈ ഭാഗത്തിൻ്റെ ഇടയ്ക്കൂടെ ബ്രേക്ക് പാഡ് തള്ളി താഴെ പോവും. പിസ്റ്റൺ പൂർണ്ണമായിട്ടും ഡിസ്കിലോട്ട് വരും. പിസ്റ്റൺ പൂർണ്ണമായിട്ടും ഡിസ്കിൽ വരുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് പൂർണ്ണമായിട്ടും താഴെ പോവും. ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ബ്രേക്ക് കിട്ടുന്നു എന്ന് വെച്ചത് കൊണ്ട് ബ്രേക്ക് പാഡ് തീർന്നിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ കസ്റ്റമർ പറയുന്നത് ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ടോപ്പ് ചെയ്താൽ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതിൽ സംഭവിക്കും. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബ്രേക്ക് പാഡ് തീർന്നു. ഇനി അത് ശകലം പോലും ബ്രേക്ക് പാഡ് ഇതിലില്ല. നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് അഴിച്ചെടുക്കുമ്പോൾ അത് കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രേക്ക് കിട്ടുന്നു എന്ന് വെച്ചത് കൊണ്ട് നമുക്ക് ബ്രേക്ക് പാഡ് തീർന്നിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മീൻസ് ഫ്ലൂയിഡ് ലെവൽ കുറവാണ്, എനിക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് ബ്രേക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ബ്രേക്കിന് കംപ്ലയിൻ്റ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഫ്ലൂയിഡ് ലെവൽ കുറവുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോയെന്നും ബാക്ക് സൈഡ് വീൽ സിലിണ്ടർ ലീക്ക് ഉണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വിടുക. അപ്പോൾ ഈ കണ്ടീഷനിൽ പിസ്റ്റൺ തള്ളി കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് പൂർണ്ണമായിട്ടും വെളിയിൽ പോകും. വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ അവസ്ഥ നമുക്ക് നോക്കാം. ഈ കണ്ടീഷനിൽ നമുക്ക് പിന്ന് ജാം ഉണ്ടാകാനുള്ള ചാൻസ് തീരെ കുറവാണ്. എന്നാലും നമുക്ക് പിന്ന് ജാം ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. കാരണം ഒരേ ഈക്വലായിട്ടാണ് ബ്രേക്ക് പാഡ് ലെഫ്റ്റ് റൈറ്റും ഇതിനകത്ത് ഇത് തേഞ്ഞേക്കുന്നത്. അപ്പോൾ മീൻസ് പിന്ന് ജാമിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡ്രമ്മും ഫ്രീ ആണ് നിൽക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ അവസ്ഥ അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് ഫുള്ളായിട്ട് തീർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും ഒരേപോലെയാണ് തേഞ്ഞേക്കുന്നത്. അകത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിസ്റ്റൺ ഇതിൻ്റെയും പൂർണ്ണമായിട്ടും വെളിയിലോട്ട് തള്ളി വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് പാഡ് കാലിപ്പർ അഴിച്ചിട്ട് ബ്രേക്ക് പാഡ് വെളിയിലെടുത്ത് നോക്കാം. കാലിപ്പർ അഴിക്കാനായിട്ട് ഇവിടെ ഒരു 12 ബോൾട്ട് ഉണ്ട്, ഇവിടെയും ഒരു 12 ബോൾട്ട്. ഇത് രണ്ടും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജാമുണ്ടോന്ന് കറക്റ്റായിട്ട് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ കാലിപ്പറിൻ്റെ മുകളിലത്തെയും താഴത്തെയും ബോൾട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്, അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ 12 ബോൾട്ടാണ് വരുന്നത്, ഈ കാലിപ്പറിന് വരുന്നത്. മുകളിലും താഴെയും സെയിം ബോൾട്ട് തന്നെയായിരിക്കും, സെയിം ലെങ്ത് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി കാലിപ്പർ അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് നമുക്ക് വെളിയിലോട്ട് ഊരി കഴിഞ്ഞാൽ കാലിപ്പർ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ. അത് ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു പാട് വന്നതിൻ്റെ കാരണം. ഓൾറെഡി ഇതിൻ്റെ എഡ്ജ്, ഇതിൻ്റെ മെറ്റൽ ഭാഗം പിടിച്ച് തുടങ്ങിയതിൻ്റെ പാടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് നോക്കാം. ഈ സൈഡും അതേപോലെ തന്നെ എഡ്ജ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ. ഈ സൈഡിൽ ഓൾറെഡി ഇത് ഇളകി, അതായത് ഇതിലെ ഫൈബർ പീസ് ഈ മെറ്റൽ ഭാഗമായിട്ട് ഇളകി. കാരണം ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പശ ഇളകുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഇളകി പോയിട്ട് ഈ മെറ്റൽ ഭാഗം കറക്റ്റായിട്ട് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പിന്ന് ജാമുണ്ടോ നോക്കാം. പിന്ന് ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ബ്രേക്ക് പാഡ് നോക്കുന്ന സമയത്ത് നമുക്ക് പിന്ന് ജാം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പിന്നിന് ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പുതിയ ബ്രേക്ക് പാഡ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലെ ബ്രേക്ക് പാഡ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഒരു റൈറ്റ് സൈഡ് അല്ല, ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പാഡ് നമ്മളിപ്പോൾ കാലിപ്പർ അഴിച്ച് വെച്ചിട്ടുണ്ട്. പിസ്റ്റൺ ഇത്രയും തള്ളിയിട്ടുണ്ട്. ഒരു ശകലം ഒരു 2 മൂമ്പോടെ തള്ളി കഴിഞ്ഞാൽ പിസ്റ്റൺ ഫ്ലൂയിഡ് വെളിയിൽ പോകും, വണ്ടി ബ്രേക്ക് കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ്. റൈറ്റ് സൈഡിനെ അപേക്ഷിച്ചിട്ട് ലെഫ്റ്റ് സൈഡിന് അത്രയും തേയ്മാനം അങ്ങോട്ട് വന്നിട്ടില്ല, പക്ഷേ മറ്റേത് നല്ലപോലെ മുട്ടി നിൽക്കുന്നത്. ഇത് ബ്രേക്ക് പാഡ് മാറേണ്ട കണ്ടീഷൻ എപ്പോഴേ കഴിഞ്ഞതാണ്. പക്ഷെ നമ്മൾ പുറത്തെ ബ്രേക്ക് പാഡ് നോക്കുമ്പോൾ ഇതും ഇളകുന്ന ഒരു കണ്ടീഷൻ. പക്ഷേ ഇത് എഡ്ജിൽ, ആ മെറ്റൽ വന്നിട്ട് എഡ്ജിൽ തട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്ത് ബ്രേക്ക് പാഡ് നമുക്ക് കയറ്റാം. അപ്പോൾ ഇതിനുള്ളിൽ അഴുക്കും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ പിന്നെ നോക്കിയ സമയത്ത് ഒരു ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ടൈറ്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു നേരത്തെ ഈ ഒരു ഫ്രീ ഇതിന് ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫ്രീ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫ്രീ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടണം, അതായത് പിന്നിന്. എന്നാൽ മാത്രമേ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് 2 സൈഡ് ഈക്വലായിട്ട് തേയുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ നേരത്തെ നോക്കുമ്പോൾ കുഴപ്പമില്ല, എന്നുള്ളൊരു നമ്മളിപ്പോൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീ ആണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇത് കറക്റ്റ് ബൂട്ട് ഇതിനുള്ളിലായിട്ട് കറക്റ്റ് കയറ്റിയിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കയറിയിട്ട് പിന്നെയും കാലിപ്പറിൻ്റെ പിന്ന് ജാമാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫ്രീ കറക്റ്റായിട്ട് വേണം. അപ്പോൾ നമ്മളിതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ശകലം ഗ്രീസ് കൊടുത്തിട്ട് നമുക്ക് ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കാലിപ്പർ പിസ്റ്റൺ കറക്റ്റായിട്ട് കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇത്രയും വെളിയിൽ വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്തിട്ട് വേണം ഇത് പ്രസ് ചെയ്ത് ഇറക്കാനായിട്ട്. കാരണം ഇത് കോണ് ചരിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉള്ളിൽ കയറി പോവില്ല. ഈ ഭാഗത്ത് നൈസായിട്ട് ഗ്രീസ് തൂത്തിട്ടുണ്ട്. ഒത്തിരി അളിച്ചു പോയി ഈ ഭാഗത്ത് ഗ്രീസ് തൂക്കരുത്. ജസ്റ്റ് ഒരു മയത്തിന് വേണ്ടി മാത്രമേ തൂക്കുക. ഇത് കയറ്റിയിടുന്നത് ജസ്റ്റ് ഈ ഹോള് കറക്റ്റായിട്ട് ഈ ഹോളിനകത്ത് കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് അകത്തോട്ട് കയറ്റിവിടുക. ഈ ഒരു ആംഗിളിലായിരിക്കും ഇത് സെറ്റായിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മുകൾ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കയറ്റിയിടുന്നത്. ജസ്റ്റ് ഈ ഹോളിലായിട്ട് കറക്റ്റ് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കറക്റ്റ് സീറ്റിങ്ങിൽ കൊണ്ട് നിർത്തുക. ഈ സൈഡിൽ സീറ്റിങ് കറക്റ്റായിട്ട് കൊണ്ട് നിർത്തുക. ജസ്റ്റ് കറക്റ്റ് നോക്കുക സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ. കാരണം ഇതിനുള്ളിൽ പിന്നെ ബെൻഡായിട്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ കറക്കുന്ന സമയത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണിത് സെറ്റ് ചെയ്യുന്നത്. സീറ്റിങ് കറക്റ്റായിട്ട് തന്നെ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് കാലിപ്പർ പ്രസ് ചെയ്ത് ഉള്ളിൽ കയറ്റാം. ഇപ്പോൾ കാലിപ്പർ കയറ്റി പിസ്റ്റൺ തള്ളാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഴയ ബ്രേക്ക് പാഡ് എടുത്തിട്ടുണ്ട്. പഴയ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം
ജസ്റ്റ് ജി ക്ലാമ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ലോക്ക് ചെയ്ത് പിടിക്കുക. കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് സെൻറ്ററിൽ തന്നെ പ്രസ് ചെയ്ത് മെല്ലെ പ്രസ് ചെയ്ത് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പിസ്റ്റൺ മുകളിലോട്ട് വെളിയിലോട്ട് വന്നേക്കുന്നതുകൊണ്ട് ഇത് ചരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഊറിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിസ്റ്റൺ കൂടുതലായിട്ടും വെളിയിൽ വന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പിതുക്കെ വേണം അത് പ്രസ് ചെയ്ത് അകത്ത് കയറ്റി വിടാനായിട്ട്. നമ്മൾ ബലം കൊടുത്ത് അധികം ബലം കൊടുത്ത് തിരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അഥവാ ഇത് കയറുന്നില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അഴിച്ചിട്ടിട്ട് പിന്നെ അത് സെൻറ്റർ ചെയ്തിട്ട് കറക്റ്റായിട്ട് കയറ്റി വിടുക. ഇത് നമ്മൾ പിസ്റ്റൺ കയറ്റുന്നതിന് മുന്നേ ആയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് തുറന്ന് വെക്കണം. ഫ്രീ ആയിട്ട് തന്നെ അകത്ത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ഓറിങ് കട്ടായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ചെറിയ രീതിയിലാണ് പിസ്റ്റൺ വെളിയിലോട്ട് വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വിഷയമില്ല. പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും വെളിയിലോട്ട് പിസ്റ്റൺ വന്നേക്കുന്നത് കൊണ്ട് അപ്പോൾ കറക്റ്റായിട്ട് പ്രസ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഓറിങ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും പിസ്റ്റൺ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് പിസ്റ്റൺ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പുതിയ ബ്രേക്ക് പാഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ ബ്രേക്ക് പാഡ് വരുന്നത്. 800 ഓമിനി സെയിം തന്നെയാണ് ബ്രേക്ക് പാഡ് വരുന്നത്. KBX ആണ് നമ്മൾ എടുത്തേക്കുന്ന ബ്രേക്ക് പാഡ്. അപ്പോൾ ഇതിൻ്റെ കനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കനവും തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് പൂർണ്ണമായിട്ടും ഈ മെറ്റൽ ഇളകി ഈ ഭാഗത്ത് മുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ് നിൽക്കുന്നത്. നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു കനം ഇത്രയും കനം വരും. ഈ കനത്തിൽ ഈ ഭാഗം വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് പാഡ് മാറിക്കളയേണ്ട കണ്ടീഷനാവും. ബ്രേക്ക് പാഡ് ഏകദേശം ഒരു 25-30 വരെ കൂടും. അത് ഓടിക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബ്രേക്ക് പാഡിൻ്റെ വണ്ണം തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇത്രയും കനം ഇതിനകത്ത് തീരെ കുറവാണ്. ഓക്കെ, മീൻസ് മെറ്റൽ മുട്ടാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാം. ആദ്യം ഈ പിസ്റ്റൺ സൈഡിലെ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗം രണ്ട് സൈഡിലും ഹോൾഡ് ചെയ്ത് നിർത്തുക. ഹോൾഡ് ചെയ്ത് നിർത്തിയതിന് ശേഷം ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കയറി വീഴും. അതുപോലെ തന്നെ ഔട്ടർ സൈഡിലെ ബ്രേക്ക് പാഡും നമുക്ക് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. ഈ പിന്നിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം തള്ളിക്കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് ഇതിനുള്ളിലായിട്ട് ഫിറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാലിപ്പർ സെറ്റ് ചെയ്യാം. കാലിപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ട് കറക്റ്റായിട്ട് ഈ ഭാഗത്തായിട്ട് നിൽക്കണം. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു വെട്ട്. ഇത് കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് വെക്കുക. സെൻറ്റർ ചെയ്ത് വെച്ചതിന് ശേഷം ബ്രേക്ക് പാഡ് കാലിപ്പർ കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കയറ്റി വിടുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ 2 നട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. 2 നട്ടല്ല, 2 ബോൾട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബോൾട്ടിൽ ഗ്രീസ് തൂത്തിട്ടുണ്ട്. അപ്പോൾ ബോൾട്ട് കയറ്റുമ്പോഴും കറക്റ്റായിട്ട് നോക്കുക ഈ വെട്ട് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ 2 ബോൾട്ടും 12ൻ്റെ റിങ്ങോ ബോക്സോ ഉപയോഗിച്ച് ഫുൾ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ 12ൻ്റെ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഇങ്ങനെയാണ് ഒമിനി അതുപോലെ തന്നെ 800ൻ്റെയൊക്കെ ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യുമ്പോൾ കാലിപ്പർ ജാമുണ്ടോ നോക്കുക, കാലിപ്പറിൻ്റെ പിന്ന് ജാമുണ്ടോ നോക്കുക. അപ്പോൾ ഇതിന് കാലിപ്പർ ജാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ തന്നെ ഇത് ടൈറ്റായിട്ടായിരിക്കും തിരിയുന്നത്. മീൻസ് കാലിപ്പർ പിസ്റ്റൺ ജാമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ടൈറ്റ് ചെയ്തപ്പോൾ ഫ്രീ ആയിട്ടാണ് അകത്തോട്ട് കയറിപ്പോയത്. അപ്പോൾ കാലിപ്പറിൻ്റെ പിസ്റ്റൺ നമ്മൾ ഉള്ളിൽ കയറ്റുമ്പോൾ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഉടക്കുണ്ടെങ്കിൽ റിലീസ് ചെയ്യുക, സെൻറ്റർ വെച്ചിട്ട് കയറ്റി വിടുക. അല്ലെങ്കിൽ ഓറിങ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞാണ്. പിന്നെ മെയിനായിട്ട് നോക്കുക. അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുള്ള വണ്ടികൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണ്, കുഴപ്പമില്ല, ടോപ്പ് അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് അപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിസ്റ്റൺ തള്ളിപ്പോവും. പിസ്റ്റൺ തള്ളിപ്പോയി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടിയില്ല. കയറ്റവും അതുപോലെ തന്നെ ഇറക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്താനായിട്ട് പാടായിരിക്കും. പിന്നെ ഗിയറിലൊക്കെ ഇട്ട് നിർത്തേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ഇല്ലാതെ ബ്രേക്ക് ഡൗൺ ആവേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. അത് നല്ലൊരു ഡേഞ്ചർ കണ്ടീഷൻ തന്നെയാണത്. ഈ ബ്രേക്ക്
തീർന്നു പോയിട്ട് പിസ്റ്റൺ തള്ളിപ്പോകുന്നത്. കാരണം നമ്മൾ ഓരോ ബ്രേക്ക് ചവിട്ടുമ്പോഴും ഫ്ലൂയിഡ് ഫുള്ളായിട്ട് വെളിയിൽ പോകും. കാരണം ഫ്ലൂയിഡ് തടഞ്ഞു നിർത്താനായിട്ട് പിസ്റ്റൺ പൂർണ്ണമായിട്ടും വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും തടഞ്ഞ് നിർത്തത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്ലൂയിഡ് ലീക്കായിട്ട് ബ്രേക്ക് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബ്രേക്ക് പാഡ് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലൂയിഡ്, കാരണം പിസ്റ്റൺ അത്രയും തള്ളിയതുകൊണ്ട് ഫ്ലൂയിഡ് അത്രയും പിസ്റ്റൻ്റെ ഉള്ളിലായിട്ട് നിൽക്കും. അപ്പോൾ രണ്ട് സൈഡിലും പിസ്റ്റൺ തള്ളി കഴിയുമ്പോഴത്തേക്ക് ഫ്ലൂയിഡ് കറക്റ്റായിട്ട് ലെവലിൽ വന്ന് നിൽക്കും. അപ്പോൾ ബ്രേക്ക് പാഡ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ബ്രേക്ക് പാഡ് മാറാതെ ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് വെളിയിലോട്ട് പോയി. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ നമ്മുടെ ഫ്ലൂയിഡ് കിടന്നത് മിനിമം ലെവലാണ്, ഇപ്പോൾ അത് മാക്സിമത്തിനും മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ബ്രേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഒരു കുറച്ചുകൂടെ താഴോട്ട്, അപ്പോൾ ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പമ്പ് ചെയ്ത് വണ്ടി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ സഡൻ ബ്രേക്കിൽ കിട്ടത്തില്ല. അപ്പോൾ പമ്പ് ചെയ്തിട്ട് വണ്ടി ഡെലിവറി ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞാൽ പിസ്റ്റൺ നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ പിസ്റ്റൺ കറക്റ്റായിട്ട് ബ്രേക്ക് പാഡിൽ അറ്റാച്ച് ആയിട്ട് നിൽക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലൂയിഡ് കുറയും, ഒരു ശകലം ഫ്ലൂയിഡ് കുറയും. അപ്പോൾ ഫ്ലൂയിഡ് കറക്റ്റ് ലെവലിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ ബ്രേക്ക് പാഡ് എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുകൂടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.